പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോനാഥൻ നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഇന്ന് ഈശോ അനുഗ്രഹിക്കട്ടെ. അവർക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആഗമനകാല ചിന്തകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്മസ് യഥാർത്ഥത്തിൽ കുടുംബങ്ങളുടെ തിരുനാൾ കൂടിയാണ്. കാരണം ഈശോ പിറവിയെടുക്കുന്നത് ഒരു കുടുംബത്തിലാണ്. ഔസപിതാവും മാതാവും ഈശോയും അടങ്ങുന്നൊരു കുടുംബം, തിരുക്കുടുംബം. അപ്പോൾ ക്രിസ്മസ് കുടുംബങ്ങളുടെ തിരുനാളാണ്. നമ്മളുടെ കുടുംബങ്ങളും ഈശോയെ സ്വീകരിക്കാൻ തക്കവിധ ഒരുക്കത്തിലായിരിക്കണം. വിശുദ്ധ ഔസപിതാവും മാതാവും പരിശുദ്ധിയോടെ ഈശോയെ സ്വീകരിക്കാൻ കാത്തിരുന്നു. ആ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈശോ പിറന്നു അവരുടെ സന്തോഷം പരിപൂർണമാക്കി. ഇതുപോലെ കുടുംബങ്ങളെ നിങ്ങൾ വിശുദ്ധിയോടെ കാത്തിരിക്കണം, ഒരുമയോടെ കാത്തിരിക്കണം, പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. അപ്പോൾ ആ കാത്തിരിപ്പിന് മധുരം ഉണ്ടാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ ശിഥിലമായി കൊണ്ടിരിക്കുക. നമുക്കറിയാലോ, പ്രബുദ്ധ കേരളത്തിലായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ പെരുകി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരുമയില്ലാതാവുകയാണ്, ഈഗോ കടന്നു വരാണ്, വിശുദ്ധിയില്ലാതാവുകയാണ്, പ്രാർത്ഥനയില്ലാതാവുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പിശാച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ദൈവിക പദ്ധതിയായ കുടുംബത്തെ തകർക്കും. അതുകൊണ്ട് കുടുംബാംഗങ്ങളെ ഈശോയെ ആരാധിക്കണം, ഈശോയെ സ്തുതിക്കണം, ഒരുമയോടെ കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലണം. കൗദാശിക ജീവിതത്തിൽ നിങ്ങൾ മുന്നേറണം. ദൈവവചനത്തിൽ നിമഗ്നമായൊരു ജീവിതം നയിക്കണം. പ്രത്യേകിച്ച് പറയുന്നത് എന്താ? ഫാമിലി ദാറ്റ് പ്രൈസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ എന്ന് പറയുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് നിലനിൽക്കും. നിങ്ങൾക്ക് പല ന്യായങ്ങളും പറയാനുണ്ടാവാം. ജോലി തിരക്കാണ്, ക്ഷീണമാണ്, പഠിക്കാനുണ്ട്. പക്ഷെ ഒരിക്കലും പ്രാർത്ഥനകൾ മുടക്കരുത്. പ്രാർത്ഥനകൾ മുടക്കിയാൽ ദൈവിക സംരക്ഷണത്തിന് വേലി പൊളിഞ്ഞ് പിശാച് ഉള്ളിലേക്ക് കയറും. അപ്പോൾ കുടുംബങ്ങളെ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ വന്ന് രാജാവായി പിറക്കും. സന്തോഷവും സമാധാനവും നിങ്ങളിലെല്ലാം വ്യാപരിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.